ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട യൂണിക്കോൺ ജനറൽ സർവീസുകളുള്ള കയറ്റാണ്. അപ്പോൾ നമുക്ക് നിലവിൽ പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. പിന്നെ സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഹെഡ്ലൈറ്റിന് പിടിപ്പിക്കാൻ മതി. കാരണം നമ്മൾ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞ് വെക്കാം. അപ്പം ബൾബിൻ്റെ ലൈഫ് കുറയും. അത് ഇടയ്ക്കിടയ്ക്ക് ബൾബ് അടിച്ചു പോകണ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്യണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ ചെയിൻ്റെ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ചെയിൻ്റെ ഭാഗത്ത് സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ചെയിൻ തൽക്കാലം നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്തിടാം. കാരണം എന്ന് വെച്ചാൽ മഴയുടെ പ്രസൻസ് കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. ചെറിയൊരു സൗണ്ട് ഉണ്ടാവും, എന്നാലും തൽക്കാലം എന്നാലും വലിയ മേജറായിട്ടുള്ള സൗണ്ട് കാര്യമായിട്ട് നമുക്ക് കിട്ടുന്ന സൗണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പരമാവധി ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിന് കിടക്കണേ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് നോക്കിയതാണ്. അപ്പോൾ നിലവിൽ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. വലിയ പൊടി എന്ന് പറയാനൊന്നും ആയിട്ടില്ല, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് ആ സീറ്റ് വന്ന് അടയണ ഭാഗത്ത്, ആ ലോക്കിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പിട്ടുണ്ട്. അതായത് വെള്ളം വന്ന് നിന്നിട്ട് ആ ഭാഗം തുരുമ്പിട്ട് ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടായിരുന്നു. ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം, ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വലിയ താമസമില്ലാണ്ട് സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം ചില സമയങ്ങളിൽ ചെറിയ ടൈമിലാകെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയക്കേണ്ട, അതുപോലെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ടയറായാലും അത്യാവശ്യം ഫ്രണ്ടിലത്തെ ടയർ വെയർ ഇൻഡിക്കേഷൻ ശരിക്കും ഇതാണ്. ഇവിടെ അതിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ലൈനിലേക്ക് വരുന്ന ഭാഗമാണ് ഇൻഡിക്കേഷൻ വരാം. അതിനോട് ലെവലായി കഴിഞ്ഞാൽ മാറ്റി കളയണമെന്നുള്ളതാണ് ശരിക്കും റൂൾസ്. ശരിക്കും ഇതിൻ്റെ ഒരു അല്പം കൂടിയാണ് ആവാനുള്ളൂ. അപ്പോൾ കാരണം വെച്ചാൽ അത് അത്രയ്ക്ക് ആകുമ്പോഴത്തേക്കും പിന്നെ റോഡുമായിട്ടുള്ള ഗ്രിപ്പ് നമുക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. ശരിക്കും അങ്ങനെയാണ് പറയണേ. എന്നാലും നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാം. പക്ഷേ അത് നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി എനിക്ക് ഒരു 10,000 കിലോമീറ്ററൊക്കെ ഓടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയിടേണ്ടതായിരിക്കും വരും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ലൈൻഡറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് നല്ല പാഡാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ വണ്ടി സ്ഥിരം ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ്ടായിരിക്കുള്ളൂ. ഓൾറെഡി വണ്ടി ഓടണ സമയത്ത് ഹാൻഡിലിന് ഒരു ചെറിയ ബലം അനുഭവപ്പെടുന്നുണ്ട്. അതൊരു പാളൽ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് ആ ബെയറിങ് ടൈറ്റായിട്ടാണ്. തൽക്കാലം ഞാനതൊരു പൊടിക്ക് ലൂസാക്കിയിടാം. പരമാവധി നമുക്ക് കണ്ട് ഉപയോഗിച്ചിട്ട് മതി. കാരണം എന്ന് വെച്ചാൽ പരമാവധി നമുക്ക് ഈ മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ ബെയറിങ് കോൺസെപ്റ്റ്, അതേപോലെ ചെയിൻ സ്പോക്കറ്റ്, ബ്രേക്ക് പാഡ്, ഇതൊക്കെ ലൈഫ് കുറവ് കിട്ടുന്നത് മഴയുള്ള സമയത്താണ്. അപ്പോൾ പരമാവധി മഴക്കാലം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് അത്രയും നാൾ കൂടി കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് കിട്ടാം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻജിൻ ഓയിലിൻ്റെ കേസ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ശരിക്കും 3000 കിലോമീറ്ററിലാണ് ഓയിൽ മാറ്റേണ്ടത്. ഇപ്പോൾ നമ്മൾ കണക്ക് പ്രകാരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2700ഓളം കിലോമീറ്റർ ആയിട്ടുണ്ട്. 2600 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 400 കിലോമീറ്ററിനാണ് ഇനി ഓടാനുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ നമുക്ക് മാറ്റി വിടാം. പിന്നെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കയറാമെന്ന് കണ്ട. അതല്ലെങ്കിൽ ഒരു 400 കിലോമീറ്ററോടെയൊക്കെ ഓടിയതിന് ശേഷം ഒന്ന് മാറ്റിയാലും മതി. പക്ഷേ നമുക്ക് ആ പീരീഡിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വിട്ടുപോകരുത്. കാരണം 3000 കിലോമീറ്റർ കൂടുതൽ ഓടുമ്പോഴത്തേക്കും ആ ഓയിലിനകത്ത് അഴുക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് എഞ്ചിൻ്റെ ഈ ഓയിൽ സർക്കുലേഷൻ ചെല്ലുന്ന ഭാഗത്തേക്കൊക്കെ ഈ അഴുക്ക് പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് 3000 കിലോമീറ്ററിലോട് മാറ്റണ്ടേ. വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തികൂടെ മാറ്റി വിടാം. അതല്ലെങ്കിൽ ഏകദേശം ഒരു 100-400 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധയോടെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ ഹാൻഡിൽ ബാറിനും ഒരു സ്വിച്ച് പിടിപ്പിക്കണം മറ്റേ ഹെഡ്ലൈറ്റിൻ്റെ തൽക്കാലം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഹെഡ്ലൈറ്റാണ് ഓഫ് ആവുള്ളൂ. മീറ്ററിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് നിൽക്കും. ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. കാരണം ഞാൻ അതൊക്കെ നമുക്ക് പൊസിഷൻ ലൈറ്റാണ്. അപ്പോൾ അതൊക്കെ നിന്നോട്ടെ. ഹെഡ്ലൈറ്റ് മെയിനായിട്ട് വന്ന മെയിൻ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്തിടാം, ഓഫ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ആ വർക്കടക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതേപോലെ എഞ്ചിൻ ഓയിൽ കേസും കൂടി ഒന്ന് പറയണേ.